സാറേ, അമ്മ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഇവിടുത്തെ മണ്ഡലത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും, മേജർ രവി സാർ എന്ന് പറയുന്ന അംഗമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ ഉൾപ്പെടുത്തിക്കൊണ്ടും. എന്താണ് സാർ ഇവിടുത്തെ ഈ ഒറ്റപ്പാലം നിവാസികളോട് ഈ അമ്മയെ സാക്ഷി നിർത്തി സാറ് പറയുകയാണെങ്കിൽ എന്തായാലും പറയാം? അമ്മയെ സാക്ഷി എടുത്ത് പറയാന്ന് വെച്ചാൽ, എനിക്ക് ഇളാണ്ടി ലൈക്ക് മൈ മദർ. എൻ്റെ ആദ്യത്തെ സിനിമ തൊട്ട് ഞാൻ ഇവിടെയാണ് മോഹൻലാലിൻ്റെ വീട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ബന്ധമുണ്ട് ആൻറ്റിയായിട്ട്. പിന്നെ ഇപ്പം ഇവരുടെയൊക്കെ ഫീലിങ്സ് എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഞാനിപ്പം മറ്റാരെന്ത് ചെയ്തില്ല അതൊന്നുമല്ല പ്രശ്നം. ഇപ്പം ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടുത്തെ ഈ വള്ളുവനാടൻ സംസ്കാരം അതൊരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ സിംഹവാലം കുറയ്ക്കേണ്ട മാതിരി ആയിക്കൊണ്ടിരിക്കുകയാണ്. വർഗനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണ്. അതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അത് ഈ വള്ളുവനാടിന്റെ ഇപ്പൊ ഈ പാലാറ്റിലൂടെ നമ്മളിപ്പോ ഈ വള്ളുവനാടിന്റെ അത് വന്ന കുറെ പിന്നെ പുതു പണക്കാരെ ഏറ്റെടുത്തു. അത് മാത്രമല്ല, നമുക്ക് ഭാരതപ്പുഴ ഇന്ന് കിടക്കുന്ന അവസ്ഥ ആണ്ടി കണ്ടോ? നമ്മുടെ സംസ്കാരം അവിടുന്ന് തുടങ്ങണം. നമ്മൾ പഴയ കാലങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ എല്ലാം നദികളിൽ ചുറ്റിയിട്ടായിരുന്നു സംസ്കാരം മുഴുവൻ ഉണ്ടായിരുന്നു. അത് പഴയ കാലത്ത് നദിയുടെ വക്കത്താണ് ഈ സംസ്കാരങ്ങൾ മുഴുവൻ. സിന്ധുജലം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പുരാണി. അപ്പൊ നമ്മുടെ ഭാരതപ്പുഴയ്ക്ക് ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന് ഇവിടെ വെള്ളമില്ല ഭാരതപ്പുഴയിൽ എന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത്. ഇതിനകത്ത് വെള്ളം കാണിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് വരും എൻ്റെ സംസ്കാരം തുടങ്ങും. അപ്പൊ ഇവിടുത്തെ അമ്മമാരോടും എല്ലാവരോടും വരും. നമുക്ക് നമ്മുടെ പൈതൃകവും നമ്മുടെ കുട്ടികൾക്കും ഇത് കാണിച്ചു കൊടുക്കും. അതെവിടെ പോയി? പിന്നെ ഇവിടെ പോയിട്ട് ഗയലി ശ്രാദ്ധം ചെയ്താലും അവസാനം ഇതി ഭാരതേ സമർപ്പയാമി എന്നാ പറയും. അപ്പൊ അവിടെ അവിടെ മുതൽക്ക് ഇതാണ്. അപ്പൊ അവിടുന്ന് ഇതില് എന്റേതായിട്ടുള്ള ഒരു MLA ആയിട്ട് വരുന്ന സമയത്ത് ഞാൻ അവിടുന്ന് ആയിരിക്കും എൻ്റെ ശുദ്ധികലശം തുടങ്ങുന്നത്. ആ സംസ്കാരത്തിനെ എനിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് എല്ലാവരും അവരെല്ലാം അഭിമാനത്തോടുകൂടി പറയുന്ന കാര്യമുണ്ട്, ഞങ്ങൾ വള്ളുവനാട്ടുകാരാണെന്ന്. ആ വള്ളുവനാടിനെ എനിക്ക് തിരിച്ചുകൊണ്ടുവരണം. അത് ഞാൻ സാധിച്ചിരിക്കും. കാരണം മോദിയുടെ കൈ എൻ്റെ തലയ്ക്ക് മുകളിലുള്ളിടത്തോളം കാലം ഈ പറഞ്ഞ വാക്കുകളൊക്കെ എനിക്ക് നടത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ ന്യൂസുകൾ വരുന്നുണ്ട്, അവിടെ പൈസ കൊടുത്തു ഇവിടെ പൈസ കൊടുത്തു, ഇവരുടെ അഡ്ജസ്റ്റ്മെന്റ്. രണ്ടും ഒരേ പാർട്ടിയാണ് ഇപ്പം മത്സരിക്കുന്നത്. ഒന്ന് മാർക്സിസ്റ്റിന്റെ ചിഹ്നത്തിൽ, ഒന്ന് മാർക്സിസ്റ്റിന്റെ ചിഹ്നമില്ലാതെ കയ്യും ഇല്ല, വേറെ തെങ്ങും തോപ്പ്. അപ്പൊ ഈ രണ്ടും മാർക്സിസ്റ്റുകാർ തന്നെയല്ലേ. അപ്പൊ നിങ്ങളുടെ ഇടയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്ക് നിങ്ങൾ രണ്ടുപേരോടും കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേജർ രവി. അത് താമര അടയാളത്തിൽ. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്നത്തെ പ്രധാനമന്ത്രി, ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ കൈ എൻ്റെ മുകളിലുണ്ടാകും. ഞാനിവിടെ നിന്ന് ലോക്സഭയിൽ അസംബ്ലിയിൽ നിന്ന് സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാലും എനിക്കൊരു ലോക്സഭയിലത്തെ ഒരു MP പറയുന്നതിനേക്കാൾ കൂടുതൽ വില എനിക്ക് അവിടെ ഉണ്ടാകും. കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു NDA സ്ഥാനാർത്ഥി ഇവിടുന്ന് ജയിച്ചു പോകും. അതിന്റെ റെസ്പെക്ട് എൻ്റെ പിതൃതുല്യനായിട്ടുള്ള അദ്ദേഹം എനിക്ക് തരും. അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന ആർക്കാണ്? ഒറ്റപ്പാലത്തെ ജനതയ്ക്ക്. ഇതാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. സാർ, ഇവിടെ MLA-മാരും MP-മാരും എല്ലാ രാഷ്ട്രീയക്കാരും അവരവരുടെ വികസനത്തെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കാറ്. അവിടെയാണ് സാറ് പറഞ്ഞിട്ടുള്ളത് സാറിന് കിട്ടുന്ന MLA ആ ഒരു ശമ്പളം, അതല്ലെങ്കിൽ ആ ഒരു ഏതൊക്കെ രീതിയിൽ കിട്ടുന്ന ഫണ്ടും അത് ഈ നാടിന് വേണ്ടി ചെലവഴിക്കുന്നത്. അതെങ്ങനെയാണ് സാർ ഒന്നുകൂടെ? ബിജു, ഞാനൊരു പട്ടാളക്കാരനാണ്. ഞാൻ പട്ടാളത്ത് പോകുമ്പോൾ എൻ്റെ അടുത്ത് വെറും 210 രൂപ ശമ്പളമായിരുന്നു. ആ ശമ്പളത്തിൽ നിന്ന് ഞാൻ 24 വർഷം സർവീസ് ചെയ്ത് വരുന്ന സമയത്ത് എൻ്റെ 3 ട്രങ്ക് ബോക്സും എൻ്റെ ഒരു ഭാര്യയും ഒരു മകനും, വീട് പോലും ഇല്ല, എനിക്കൊരു സ്കൂട്ടർ മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ സിൻസിയറായിട്ട് ഞാൻ പട്ടാളത്തിലും സർവീസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഓഫീസറായിട്ട് റിട്ടയർ ആകുന്ന സമയത്ത് അങ്ങനെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം, ഞാൻ വേറെ ഒന്നും നിന്നും ഒരു കാശും ഞാൻ സമ്പാദിച്ചില്ല. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഇന്ന് കാണുന്ന സുഖങ്ങളെല്ലാം കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇപ്പം എല്ലാം ആയി. ഇനി എനിക്ക് ആരുടെ ഒന്നും വേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ശമ്പളം പോലും എനിക്ക് വേണ്ട. എൻ്റെ പെൻഷൻ എനിക്കുണ്ട്, പട്ടാളം തരുന്ന നല്ലൊരു പെൻഷനുണ്ട്. എൻ്റെ മകൻ സെറ്റിൽഡാണ്, മകനും ഭാര്യയും സെറ്റിൽഡാണ്. ഭാര്യ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ ഞാൻ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ശമ്പളം പോലും വേണ്ടെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും. പിന്നെ അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. എൻ്റെ പാർട്ടിക്കാർ പോലും എന്തെങ്കിലും അന്യായം കാണിച്ചു കഴിഞ്ഞാൽ അതിനെ ഞാൻ ചോദ്യം ചെയ്യും. അത് ജനങ്ങൾക്ക് എഗൻസ്റ്റ് ആണെങ്കിൽ. അങ്ങനെയുള്ളൊരു MLA ആയിട്ട് വരാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പൊ അതിൽ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരുമായിരിക്കും. ഐ നോട്ട് ബോതേർഡ്. നിങ്ങൾ എന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, എനിക്ക് പണിയെടുക്കണം, നല്ലപോലെ വർക്ക് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ഇവരുടെ ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിനിടയിൽ ഞാൻ തോറ്റു പോവുകയാണെങ്കിലും ശരി, എനിക്ക് വിഷമം ഉണ്ടാവില്ല. ഞാൻ ഒന്നേ വിചാരിക്കുള്ളൂ, ഈ ജനങ്ങൾക്ക് എന്നെ നഷ്ടപ്പെട്ടു എന്ന് മാത്രം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സാറേ, എനിക്ക് കയറമ്പാട് ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഒരു റൂം വെറുതെ കിടക്കുന്നത്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ജനതാ പാർട്ടിയുടെ
മേജർ ഹൈവേക്ക് വേണ്ടി അവിടെ ഓഫീസ് തുറക്കാൻ വേണ്ടി ഞാൻ ഓർഡർ കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കോളൂ, ഈ ഇലക്ഷനിൽ എന്റെ വക സാർക്ക് ഞാൻ 1000 വോട്ട് പിടിച്ചു തന്നിട്ടില്ലെങ്കിൽ ഞാനല്ല. ഞാൻ അബുദാബിയിൽ കോർഡിനേറ്ററായിട്ട് ജോലി ചെയ്യുമ്പോൾ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ എന്റെ പെർഫോമൻസ് കണ്ടിട്ട് GGM എന്നെ അന്ന് രാത്രി ഷെറാട്ടൺ ഹോട്ടലിൽ അയാളെ കൊണ്ട് ഡിന്നറിന് ക്ഷണിച്ച വ്യക്തിയാണ്. മനസ്സിലായോ? ഞാൻ പൊട്ടനാണ് എങ്കിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് വായിക്കാൻ. സാറ് മിലിറ്ററിക്കാരനാണ്, രാജ്യസ്നേഹിയാണ്, പാട്രിയോട്ടിസം സാറൊക്കെ എല്ലാം അറിയാവുന്ന ആളാണ്. സാർ മേജറായിട്ട് വർക്ക് ചെയ്തില്ലേ? രാജ്യസ്നേഹം സാറിന്റെ കൂടെ പുറപ്പെടുത്താണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാവണം. നമ്മുടെ ഇന്ന് ഇന്ത്യ കണ്ടിട്ടുള്ള, ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള, ഇനി ഉണ്ടാവാൻ പോയ ഏറ്റവും വലിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ലോകത്തെ 200ഓളം രാഷ്ട്രങ്ങളുണ്ട്, അതിന് സമുന്നത നേതാവിട്ട് ജനങ്ങൾ അംഗീകരിച്ചിരുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. നരേന്ദ്ര മുന്നേ ഉണ്ടാവില്ല, നരേന്ദ്രയ്ക്ക് ശേഷവും നരേന്ദ്രമോദി വ്യക്തി ഉണ്ടാവില്ല. ഇനി ഉണ്ടാവില്ല. ഇന്ന് ലോകം ഇന്ത്യയുടെ വാക്ക് കേട്ടിട്ടാണ് നിൽക്കുന്നത്. ഇന്ത്യ എന്ത് പറയണം അത് ഒരിക്കൽ ചൈന, പഞ്ചമഹാശക്തികൾ വരെ ഇന്ത്യയുടെ വാക്ക് കേൾക്കാൻ വേണ്ടി എത്താണ്. മനസ്സിലായോ? അങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് വേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹക്കാരനാണ് ഞാൻ. മനസ്സിലാക്കിയ നമ്മൾക്കൂടുള്ള അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കാനുള്ള പുതിയ തലമുറ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനത്തെ പാർട്ടി മാത്രം നോക്കില്ല. അവരിപ്പോ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് ജനങ്ങൾ ചെറുപ്പക്കാർ. നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ ഇന്ന് നരേന്ദ്രമോദിക്ക് വേണ്ടി പഞ്ചമഹാശക്തികൾ അയാൾ മുന്നിൽ വന്ന് മുട്ടൂത്തി നിൽക്കുന്ന അവസ്ഥയാണ്. ഇവിടെ ഇറ്റാലിയൻ വനിത 145 കോടികളെ ഇവിടെയുള്ള ബാക്കി ഞാൻ പറയുന്നില്ല, അവരൊക്കെ അതിന്റെ കീഴിൽ ജോലി ചെയ്യാൻ ഇത്രയും 45 കോടി ജനങ്ങൾ ഉണ്ടായിട്ട് ഒരു ഇന്ത്യക്കാരനില്ല ഇന്ത്യക്കാരെ നിയന്ത്രിക്കാൻ. ഈ ഇറ്റാലിയൻ വനിതയും അവന്റെ മകനും അവന്റെ മകളുമാണ് അവിടെ. ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. പക്ഷെ മനസ്സിലായിട്ടുള്ളത് ഗാന്ധിയുടെ പേര് വെച്ചിട്ട് ഗാന്ധി എന്താണ്? ഇവൻ ഗാന്ധി ഒന്നല്ലാന്ന്, ഇവൻ ഒരു ഫിറോസ് ഗണ്ഡിയാണ്. ഇവൻ ഗാന്ധി ഒന്നുമല്ല, ഇവൻ കള്ളപ്പേരിട്ടിട്ട് നടക്കുന്നവനാണ്. അവന്റെ അമ്മ ഇവൻ എന്ന് പറഞ്ഞാൽ ഇവന്റെ സംസ്കാരം മുഴുവൻ പറയാം. സാർ ഈ ഇരിക്കുന്നവർ മുഴുവൻ ഞെട്ടിപ്പോകും. മനസ്സിലായോ? അച്ഛൻ ഒന്ന്, അമ്മ ഒന്ന്, അച്ഛൻ ഒന്ന്, വേറൊന്ന്, ഒക്കെ ഓരോ വിധത്തിലും വ്യത്യസ്തപ്പെട്ടവരാണ്. ഇവൻ പാഴ്സിയാണ്. പാഴ്സിയുടെ സ്വഭാവം എന്താ പറയുക? തന്തി തള്ളയും ചത്തു കഴിഞ്ഞ എടുത്തിട്ട് മണ്ണാങ്കട്ട തോട്ടിൽ കയറിയുന്ന വർഗത്തില് പെട്ട അതിന്റെ ഒരു അങ്ങാണിവൻ. അവനാണ് ഇനി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആവാൻ നിൽക്കുന്നത്. ഇനി പ്രൈം മിനിസ്റ്റർ AK ആന്റണി ഇന്ത്യയുടെ ആഭ്യന്തര രാജ്യരക്ഷാ മന്ത്രിയായിരുന്നപ്പോ അവരെ പിടിച്ചോടെ തള്ളിക്കൊന്ന് കണ്ണും മൂക്കൊക്കെ അറുത്തിട്ട് കൊടുത്തിട്ടു. നരേന്ദ്രമോദി അഭിനന്ദൻ എന്ന് പറഞ്ഞാൽ അയാളുടെ കാലിൽ കീഴിൽ കൊണ്ടു വെച്ചിട്ട് തോളിട്ട് പാകിസ്ഥാൻകാർ ഓടി. അറിയില്ലേ? നിങ്ങൾ മേജറല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നാടിന്റെ കാവലായി നായകൻ നീ എത്തി, മാറ്റത്തിൻ കാട്ടായി മോദിജി എത്തി. ജയ് 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 ഭാരത മാതാ, ജയ് 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 വിരിയട്ടെ വിരിയട്ടെ താമര വിരിയട്ടെ, ഉയരട്ടെ 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 ഭാരതം ഉയരട്ടെ, ഭാരതം ഉയരട്ടെ. താവിപ്പടയിതാ വരുന്നേ, കഥകൾ മാറ്റി എഴുതുന്നേ, വികസനത്തിൻ പാതയിൽ നമ്മളൊന്നായി മുന്നേറുന്നേ. അഴിമതി കോട്ടകത്ത് തരുന്നേ, പുതിയൊരു സൂര്യൻ ഉദിക്കുന്നേ. ലോകം മുഴുവൻ നോക്കുന്നു, ഭാരതം തലയുയർത്തി നിൽക്കുന്നു. കൊടുക്കാം നമുക്ക് ഒന്നായി, മുന്നേറാം ഒരേ മനസ്സായി. ഇനി തടയാനാവില്ല, ഈ മുന്നേറ്റം തടുക്കാനാവില്ല. വിരിയട്ടെ വിരിയട്ടെ താമര വിരിയട്ടെ, ഉയരട്ടെ 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 ഭാരതം ഉയരട്ടെ, ഭാരതം ഉയരട്ടെ. വിരിയട്ടെ വിരിയട്ടെ താമര വിരിയട്ടെ, ഉയരട്ടെ ഉയരട്ടെ ഭാരതം ഉയരട്ടെ. ആവേശം മലതല്ലി കാവിക്കൊടി പാറട്ടെ, പാരൊക്കം മണ്ണീർ ബർമ്മം ജയിക്കട്ടെ.
പടയീതാ വരുന്നേ, കഥകൾ മാറ്റി എഴുതുന്നേ, വികസനത്തിൻ പാതയിൽ നമ്മളൊന്നായി മുന്നേറുന്നേ. അഴിമതി കോട്ടകത്ത് തരുന്നേ, പുതിയൊരു സൂര്യൻ ഉദിക്കുന്നേ, ലോകം മുഴുവൻ നോക്കുന്നു, ഭാരതം തലയുയർത്തി നിൽക്കുന്നു. കൊടുക്കാം നമുക്ക് ഒന്നായി, മുന്നേറാം ഒരേ മനസ്സായി, ഇനി തടയാനാവില്ല, ഈ മുന്നേറ്റം തടുക്കാനാവില്ല. വിരിയട്ടെ വിരിയട്ടെ താമര വിരിയട്ടെ, ഉയരട്ടെ